പാഠം 65. അളിയൻ വന്നത് നന്നായി. മണികണ്ഠനെ കാപ്പി കൊടുത്തു. മണികണ്ഠൻ എഴുന്നേറ്റില്ലല്ലോ. ഇത്രയും സമയമായിട്ട് എഴുന്നേറ്റില്ലേ? നീ എന്താ വിളിക്കരുത്? എന്റെ മോഹനേട്ടാ, മണികണ്ഠൻ 10 മണിക്ക് മുന്നേ എഴുന്നേറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. വെറുതെ വിളിച്ച് നമ്മുടെ സമയം കളയാന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അവന്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കാനാണല്ലോ നമ്മൾ അവനിവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. നമ്മളല്ല, മോഹനേട്ടൻ. പക്ഷേ മണികണ്ഠൻ നിന്റെ വലിയച്ഛന്റെ മകനാണ്. പക്ഷേ അവനിവിടെ വിളിച്ചു വരുത്തിയത് മോഹനേട്ടനാണ്. ആണ്. അവനെ നന്നാക്കാൻ പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവനെ വിളിച്ചു വരുത്തിയത്. മോഹനേഷൻ തീരുമാനിച്ചാൽ അത് നടക്കും ഭാമൻ. ഞാൻ പോയി അവനെ വിളിച്ചു നടത്തി കുറച്ച് ഉപദേശിക്കട്ടെ. ഇന്നലത്തെ കെട്ടിറങ്ങി കാണുവോ എന്തോ. ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇന്നു മുതൽ മണികണ്ഠൻ ഒരു പുതിയ ആളായിരിക്കും. നോക്കിക്കോ. ഈശ്വര, ഈശ്വര. മോഹനകൃഷ്ണന്റെ വീട്ടിൽ വന്നോടെ ഭക്തി കൂടി. എന്ത് ബ്രാൻഡി? എന്റെ വീട്ടിൽ പരസ്യമായി പട്ടാപ്പകൽ മദ്യപിക്കുന്നു. ഞാൻ എനിക്കങ്ങനെ രാത്രിയും പകലൊന്നുമില്ല. രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പ് ഒരു സ്മോള് കഴിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കും. നീ ഒരു കള്ളുകൂടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിമുടി മാലിനായ എന്റെ വീട്ടിൽ മദ്യം കൊണ്ടുവരാൻ നിനക്ക് എങ്ങനെ തോന്നി? നീ ഒരു മനുഷ്യനാണോ? നിനക്ക് മനുഷ്യത്വമുണ്ടോ മര്യാദയുണ്ടോ? ആർട്ടിജിന്റെ പല്ല് താഴെടും. അളിയ, വെറുതെ ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് വരുന്നില്ല എന്നൊരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ അളിയനല്ലേ എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നത്. എനിക്കിതാ ഇങ്ങനെയൊക്കെ പറ്റും. അളിയൻ ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അളിയൻ താമസം മാറ്റിയാൽ മതി. ബാമേ, കുറച്ച് പേസ്റ്റ്, ഒരു സോപ്പ്, ഒരു തോർത്ത്. രാവിലെ കുളിച്ചൊരുങ്ങിയില്ലെങ്കിൽ എനിക്കൊരു ശ്വാസം മുട്ടല. കുളിച്ചൊരുങ്ങിട്ട് കുടിക്കാനല്ലേ? നടക്കില്ല. നടക്കണ്ട, ഇരുന്ന് കുടിച്ചോളാം. എന്റെ വീട്ടിൽ ഇത് നടക്കില്ല. ഇനി എന്റെ വീട്ടിൽ മാറി സാധനം കിട്ടാൻ കൊന്നള ഞാൻ. കുറച്ച് മുൻപ് ഇതല്ലോ പറഞ്ഞത്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും. പോയി നോക്കിയാലല്ലേ അറിയൂ. തല്ല പോവാണോ? സാറേ, എന്താ? അയ്യോ, സാറ് രാവിലെ നല്ല ചൂടിലാണല്ലോ. എന്ത് പറ്റി? എന്റെ വീട്ടിൽ മദ്യം. സാർ അടി തുടങ്ങി. ഞാനല്ല, പിന്നെ മണികണ്ഠൻ. അവൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ വെള്ളോടി തുടങ്ങി. അടിച്ചവന്റെ പല്ല് ഇറപ്പിക്കണ്ടേ? സാറേ, 24 മണിക്കൂറും വെള്ളമടിച്ച് നടന്ന ഒരുത്തന്നെ തല്ലി നന്നാക്കുമെന്നാണോ സാർ വിചാരിക്കുന്നത്? നടക്കൂല. ഇതുപോലുള്ള കേസുകളിൽ ഉപദേശം മാത്രമേ ചെലവാകൂ. അവനെ അടുത്ത് വിളിച്ച് സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വേറെ വഴിയില്ല. പിന്നെ ഉപദേശിക്കാൻ ഇപ്പൊ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ സാറിനേക്കാൾ കേമൻ മറ്റൊരാളില്ല എന്നുള്ളതാണ് സത്യം. സാറ് കാര്യങ്ങൾ ഉപദേശിച്ച അവന് മനസ്സിലാവും. അപ്പൊ പിന്നെ ഉപദേശിക്കല്ലേ? ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മണികണ്ഠ, എനിക്ക് മണികണ്ഠനോട് അല്പം സംസാരിക്കണം. നേരത്തെ പറഞ്ഞ എന്നെ പറയാനാണെങ്കിൽ വേണ്ട. കഴിഞ്ഞ 15 കൊല്ലം മദ്യത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് കേട്ടോണ്ടിരിക്കുക. കുടിച്ചാൽ കരള് പോവും, ഹാർട്ട് അറ്റാക്ക് വരും, ഓർമ്മ കുറയും. എവിടെ? ഇത്രയും കാലം കുടിച്ചിട്ടും എന്റെ കരളിന് ഒരു കുഴപ്പമില്ല. ഓർമ്മശക്തിയാണെങ്കിൽ മുടിഞ്ഞ ഓർമ്മശക്തി. അളിയൻ വേണമെങ്കിൽ ചോദിക്കേ. ബിവറേജിൽ കിട്ടുന്ന ഏത് സാധനത്തിന്റെ വിലയും ഞാൻ മണി പോലെ പറയും. അതാണ് എനിക്കും പറയാനുള്ളത്. നീ ചെറുപ്പമാണ്, നിനക്ക് ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. നീ തന്നെ പറഞ്ഞതുപോലെ നിനക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? നീ നിന്റെ കഴിവുകൾ നിനക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപയോഗിക്കും. അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകും. ഇപ്പോ നിന്റെ പെങ്ങളായ ഭാമ തന്നെ നിന്നെപ്പറ്റി പറയുന്നത് എന്താണ്? കുടിയൻ.
അങ്ങനെ ഒരു നാണം കെട്ട മേൽവിലാസമാണോ മണികണ്ഠന് വേണ്ടത്? ആ മണികണ്ഠനെ കണ്ടുപിടിക്കൂ, ആ മണികണ്ഠനെ കണ്ടുപിടിക്കൂ എന്ന് ആൾക്കാർ പറയുമ്പോ നിനക്ക് അഭിമാനിച്ചുകൂടെ? അങ്ങനെ ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ടല്ലേ. ഒരു ദിവസം കോയിക്കിലെ രാമൻകുട്ടി 2 പെഗ് അടിച്ചിട്ട് വാള് വെച്ചപ്പോ അവിടെ ഇരുന്ന് സകലരും പറഞ്ഞളിയാ. അതൊക്കെ മണികണ്ഠനെ കണ്ട് പഠിക്കണം, പഠിക്കുക. ഒരു ഫുള്ള് അടിച്ചിരുന്നാലും ഒരിളക്കവും ഇല്ലത്. അങ്ങനെയുള്ള പ്രശസ്തിയാണോ മണികണ്ഠന് വേണ്ടത്? നീ വിചാരിച്ചാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണുലുണ്ണിയാകാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഈ മദ്യമെന്ന് പറയുന്നത് വിഷമാണ്. അത് നിന്റെ ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കും. എന്താ? അതിപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ വരുമ്പോഴേ ആരായിരുന്നാലും കുടിച്ചു പോലെയാ. ജീവിതത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അത് നമ്മൾ പരിഹരിക്കേണ്ടത് മദ്യപിച്ചിട്ടല്ല. അല്ലെങ്കിൽ തന്നെ മദ്യപിച്ചാൽ എങ്ങനെയാണ് പ്രശ്നം തീരുന്നത്? മദ്യം ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. പാലെന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നുണ്ടളിയാ. എന്നാലും നമ്മൾ അത് കുടിക്കുന്നു. അതുപോലെ തന്നെ അളിയാ മദ്യവും. ഒരിക്കലും അല്ല മണിയണ്ണ. മണിയുണ്ട് ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വരും. ഞാന് ഒരാളെ പരിചയപ്പെടുത്തരാം. അല്ല ഞാനേ എന്റെ കൂടെ വരൂ മണിയണ്ണ. വരൂ. അതാരാണെന്ന് മണികണ്ഠന് അറിയാമോ? പിന്നെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. അച്ഛൻ പുരുഷോത്തം കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായി. കുറെ കാലം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. തിരിച്ചു വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഏറ്റെടുത്തു. 1948 ജനുവരി 30-ാം തീയതി നാഥുറാം വിനായക് ഗോഡ്സ്ലെ എന്ന മതഭ്രാതന്റെ വെടിയേറ്റു മരിച്ചു. അളിയാ, ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടാണോ മണിയണ്ണൻ കള്ളുകുടിക്കുന്നത്? അല്ല, ഈ മദ്യപിക്കുന്നതും ഗാന്ധിജിയും തമ്മിൽ എന്താണ് ബന്ധം? നോക്കൂ മണിയണ്ണൻ, ജീവിതത്തിലെന്നും മദ്യത്തെയും മദ്യപാനത്തെയും ശക്തമായി എതിർത്ത ആളാണ് ഗാന്ധിജി. അങ്ങനെയുള്ള ഗാന്ധിജിയെ രാഷ്ട്രപിതാവായി കാണുന്ന ഈ രാജ്യത്ത് മണികണ്ഠനെ പോലെ ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരൻ മദ്യപിക്കാന്നൊക്കെ പറഞ്ഞാൽ മണികണ്ഠൻ ഈ മദ്യപാനം നിർത്തുന്നു എന്ന് വിചാരിക്കുക. എന്തുണ്ടാവും? മണികണ്ഠന് കൂടുതൽ ആരോഗ്യവും ഊർജ്ജസ്വലതയും ഉണ്ടാവും. ധാരാളം സമയവും ബാക്കി വരും. ആ സമയം ഉപയോഗിച്ച് സമൂഹത്തിന് നന്മയുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മണികണ്ഠന് ഒരു ജോലിയില്ലാത്തതാണ് പ്രശ്നം. ഒന്നും ചെയ്യാനില്ല. അലസന്റെ മനസ്സിൽ പിശാച് കുടിയിരിക്കുമെന്നാണ് പ്രമാണം. ഞാൻ മണികണ്ഠന് ഒരു ജോലി ശരിയാക്കും. അതോടെ കുടിക്കാൻ സമയം കിട്ടില്ല. എന്തു ജോലിയാ ആളിയെ ഉദ്ദേശിക്കുന്നത്? മണികണ്ഠൻ നേരത്തെ ഡ്രൈവറായിരുന്നല്ലോ. മദ്യപിച്ച് വണ്ടി ഓടിച്ചതുകൊണ്ടാണല്ലോ നേരത്തെ ആ ജോലി പോയത്. അതെ അതെ അതെ. മദ്യപാനം നിർത്തിയാൽ വീണ്ടും വണ്ടി ഓടിക്കാമല്ലോ. അങ്ങനെ ജോലി ചെയ്താൽ മണികണ്ഠന്റെ കയ്യിൽ ധാരാളം പണമുണ്ടാവും. മദ്യപാനം ഇല്ലെങ്കിൽ പണം കയ്യിൽ തന്നെ ഇരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞ് കൈ നിറയെ പണവുമായി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് മണികണ്ഠൻ ആലോചിച്ച് നോക്ക്. അച്ഛനും അമ്മയ്ക്കും അനിയത്തിമാർക്കുമൊക്കെ ഉടുപ്പും സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് ആവശ്യമായ അരിയും പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ച് കയറി ചെല്ലുന്ന മണികണ്ഠനെ കണ്ട് അവരെല്ലാം അത്ഭുതപ്പെടും. ഇന്നലെ വരെ മണികണ്ഠനെ ദേഷ്യത്തോടെ മാത്രം കണ്ടവർ എന്റെ മോനെ എന്ന് വിളിച്ച് മണികണ്ഠനെ കെട്ടിപ്പിടിക്കും. അളിയാ, എന്താ എന്തിനാ കരയുന്നത്? എന്റെ ജീവിതത്തിൽ ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ സ്നേഹമായി സംസാരിച്ചിട്ടില്ല. അളിയൻ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ കുടി നിർത്താളിയാ. അളിയൻ എനിക്ക് അളിയൻ മാത്രമല്ല അളിയാ, സ്വന്തം കൂടപ്പുറപ്പാളിയാ. എനിക്കൊരു ജോലി ശരിയാക്കി തന്ന ഈ ജന്മ അളിയനെ ഞാൻ മറക്കൂല അളിയാ. അളിയാ, അളിയാ എന്നോട് ക്ഷമിക്കും അളിയാ.
ശരിയാവും മണിയേട്ടാ. അളിയാ ഇതേത് നാടകത്തിലെ റിഹേഴ്സല്? അളിയാ മോഹനേട്ടാ, ഇതേതാ നാടകം? മണികണ്ഠ, ഈ നിൽക്കുന്ന നിന്റെ അനിയത്തി എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിരിക്കുന്നു നീ ഒരിക്കലും നന്നാവില്ലെന്ന്. ഇവരോടൊക്കെ നമുക്ക് കണക്ക് ചോദിക്കണം. അതിന് മണികണ്ഠൻ കുടി നിർത്തണം. നിർത്തി അളിയാ, നിർത്തി. ഇനി ഞാൻ കുടിക്കില്ല. എന്റെ അളിയനാണ് സത്യം. ഈശ്വര, അളിയ ഞാന് കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെയാ. ഇപ്പൊ എങ്ങനെയുണ്ടടി? നീയല്ലേ പറഞ്ഞത് ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന്? ഇപ്പോഴോ? ഇപ്പോഴെന്താ? ഞാനൊന്നും കണ്ടില്ല. ആഹാ, കാര്യം നിസ്സാര